ഹലോ. പ്ലസ് ടു അക്കൗണ്ടൻസിയുടെ ചാപ്റ്റർ 2 അക്കൗണ്ടിംഗ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റ്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ട് ഉള്ള കാര്യം തന്നെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫിക്സഡ് എമൗണ്ട് ഓരോ മാസത്തിലും ഫിക്സഡ് എമൗണ്ട്, അതായത് നിശ്ചിത എമൗണ്ട് ഓരോ മാസത്തിലും പാർട്ട്ണർ പിൻവലിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിൽ നമ്മൾ ഓരോ മാസത്തിൻ്റെയും ആദ്യ ദിവസം പിൻവലിക്കുന്നതും ഓരോ മാസത്തിൻ്റെയും അവസാന ദിവസം പിൻവലിക്കുന്നതുമായ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ഇനി ഓരോ മാസത്തിൻ്റെയും മിഡിൽ, അതായത് 50th ഡേ ഓഫ് എവറി മന്ത് ഓരോ പാർട്ട്ണർമാരും പിൻവലിക്കുകയാണെങ്കിൽ, അവരുടെ ക്യാപിറ്റലിൽ നിന്നും പിൻവലിക്കുന്നുണ്ടെങ്കിൽ അതിനെങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ 2 സ്റ്റെപ്പിലൂടെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുക. ഒന്നാമത്തത് അവറേജ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുക, ശേഷം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആവറേജ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്തെ പഠിച്ച പോലെ ഇവിടെയും ഒരു ഇക്വേഷനിൽ ചെറിയൊരു ചേഞ്ചേ ഉള്ളൂ. നേരത്തെ നമ്മൾ ഇക്വേഷൻ പഠിച്ചപ്പോൾ എല്ലാ മാസത്തിൻ്റെയും ആദ്യത്തിൽ ആണെന്നുണ്ടെങ്കിൽ 1 ആഡ് ചെയ്യാനാണ് പറഞ്ഞില്ലേ, ടോട്ടൽ പീരീഡിൽ, അതായത് 12 + 1 ആഡ് ചെയ്യാൻ പറഞ്ഞു. എല്ലാ മാസത്തിൻ്റെയും അവസാനമാണെങ്കിൽ 1 കുറക്കാനും പറഞ്ഞു. അപ്പോൾ നടുവിലാണെങ്കിൽ ഞാൻ എന്താ ചെയ്യുക, ആദ്യത്തിലാണെങ്കിൽ 1 ആഡ് ചെയ്യാൻ പറഞ്ഞു, 12ക്ക് 1 ആഡ് ചെയ്യാൻ പറഞ്ഞു, അവസാനത്തിലാണെങ്കിൽ 12ൽ നിന്നും 1 കുറക്കാൻ പറഞ്ഞു. അപ്പോൾ നടുവിലാണെങ്കിൽ ഇനി ഒന്നും ചെയ്യണ്ട, 12 ഹരിക്കണം 2 എന്ന് ചെയ്താൽ മതി. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എന്ത് ചെയ്യുക, ആവറേജ് പീരീഡ് കാണുക. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ആവറേജ് പീരീഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ടോട്ടൽ പീരിയഡ്സ് ഹരിക്കണം 2. ടോട്ടൽ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മാസത്തിൽ ടോട്ടൽ പീരീഡ് എത്ര, 12 മാസമുള്ളത് അതിലെ. അപ്പോൾ 12 ഹരിക്കണം 2 കാണുക. അപ്പോൾ നമുക്ക് ആവറേജ് കിട്ടും 6 എന്നാണ്. = 6 എന്ന് അവിടെ എഴുതാം കേട്ടോ. ശേഷം നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എങ്ങനെ കാണാം, ഡ്രോയിങ്സിൻ്റെ വാല്യൂ എഴുതുക, റേറ്റ് എത്രയാണോ പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, അതുപോലെ എഴുതുക, ഹരിക്കണം 100 എന്ന് എഴുതുക, × 6. നമ്മൾ ആവറേജ് പീരീഡ് കണ്ട 6 അല്ലേ, 12 ഹരിക്കണം 2, ആ 6ഉം അവിടെ എഴുതുക. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെയും ഡ്രോയിങ്സ് ശ്രദ്ധിക്കുക, നമ്മൾ മന്ത്ലി ഉള്ള കാൽക്കുലേഷനിലൊന്നും നമ്മൾ എന്ത് ചെയ്യണ്ട, ഓരോ മാസത്തിനും ടോട്ടൽ ഡ്രോയിങ്സിൻ്റെ എമൗണ്ട് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ട. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു എന്തുകൊണ്ടത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട എന്നുള്ളത്, അത് വീണ്ടും ഞാൻ പറയുന്നില്ല. എന്തെന്നായാലും ഒരു മാസത്തെ ഡ്രോയിങ്സ് എടുത്താൽ മതി, ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ ഡ്രോയിങ്സ് 4000 രൂപയാണെന്നുണ്ടെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 4% ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 12 മാസം 4000 രൂപ പിൻവലിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രോയിങ്സ് എന്ന് എഴുതിയിട്ട് 4000 എന്ന് എഴുതുന്നുള്ളൂ. 4000 × റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 4% അപ്പോൾ 4000 × 4 ഹരിക്കണം 100 × 6 തന്നെ, 6ൽ മാറ്റില്ല. അതെല്ലാ മാസത്തിൻ്റെയും മിഡിൽ ആണ് വിഡ്രോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 6 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, എന്നാൽ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ, രാജേഷ് വിഡ്രോസ് ₹12,000 റെഗുലർലി ഇൻ ദ മിഡിൽ ഓഫ് ഈച്ച് മന്ത്. രാജേഷ് 12,000 രൂപ എല്ലാ മാസത്തിൻ്റെയും മധ്യത്തിൽ, മിഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, പിൻവലിക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഈസ് അറ്റ് ദ റേറ്റ് ഓഫ് 12% പെർ ആനം. ഒരു വർഷത്തിൽ അവരുടെ ഇൻട്രസ്റ്റ് എത്ര, 12%. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്, എന്താണ്, ആവറേജ് പീരീഡ് കാണുക. ആവറേജ് പീരീഡ് എങ്ങനെ, മിഡിലാകുമ്പോൾ ഒന്നുമില്ല, ടോട്ടൽ മന്ത്സ് /2 അല്ലെങ്കിൽ ടോട്ടൽ പീരീഡ് /2. അതെന്താണ്, ടോട്ടൽ മന്ത്സ് എത്ര, 12 /2 6 കിട്ടി. അപ്പോൾ ആവറേജ് പീരീഡ് കണ്ടു. ഇനി എന്താ ചെയ്യുക, ഡ്രോയിങ്സ്, ഒരു മാസത്തെ ഡ്രോയിങ്സ് എടുക്കുക. ഡ്രോയിങ്സ് × റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് 12%. 12,000 × 12 ഹരിക്കണം 100 × 6. ആവറേജ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക,
ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഒന്നും കൂടെ പറയാം. എങ്ങനെയാണ്? ആദ്യം നമ്മൾ എന്ത് കാണണം? ആവറേജ് പീരിയഡ് കാണണം. ആവറേജ് പീരിയഡ് എന്താണ്? ടോട്ടൽ പീരിയഡ്സ്. അതായത് ഒരു വർഷത്തിൽ എത്ര പീരിയഡ് ഉണ്ട്? 12 മാസം ഉണ്ട്. എങ്കിൽ ടോട്ടൽ മന്ത്സ് ഹരിക്കണം അതായത് ഡിവൈഡ് ബൈ 2. അപ്പോൾ ആവറേജ് പീരിയഡ് കണ്ടു. 12 ഹരിക്കണം 2 എത്രയാണ്? 6. നമ്മളത് കണ്ടെത്തി. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്ത് കാണണം? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എങ്ങനെ കാണുക? ഡ്രോയിങ്സ് ഒരു മാസത്തെ ഡ്രോയിങ്സ് തൽക്കാലം എടുത്ത് വെക്കുക. എത്രയാണ്? 12,000. അങ്ങനെ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഹരിക്കണം 100 ഇൻറ്റു 6. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 12,000 ഇൻറ്റു 12,000 ഗുണിക്കണം 12 എന്ന് പറഞ്ഞാൽ ശതമാനമാണ് അല്ലേ? 12 ഹരിക്കണം 100 ഇൻറ്റു 6 ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടും? നമ്മൾ എന്ത് കിട്ടും? നമ്മുടെ ആൻസർ കിട്ടും. ചെയ്ത് നോക്കുക. നമ്മുടെ ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ ചെയ്തിട്ട് ആൻസർ പറയുക. നമ്മുടെ ആൻസർ ആയിട്ട് താരതമ്യം ചെയ്ത് നോക്കുക. കറക്റ്റ് ആണോ നോക്കുക കേട്ടോ. ചെയ്ത് നോക്കി. കാൽക്കുലേറ്ററൊക്കെ എടുത്ത് ചെയ്യാം. ആൻസർ ശരിയാണോ നോക്കാം കേട്ടോ. ഓക്കെ, നമ്മുടെ ആൻസർ ചെയ്യാണ്. ചെയ്ത് കഴിഞ്ഞല്ലോ അല്ലേ? എന്നാൽ നമുക്ക് ആൻസർ കാണാം. ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ആവറേജ് പീരീഡ് കാണുന്നു. ടോട്ടൽ പീരീഡ് ഹരിക്കണം 2. എത്ര? 12 ഹരിക്കണം 2 എന്ന് പറയുമ്പോൾ 6 കണ്ടു. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 12,000 ഇൻറ്റു 12 ഹരിക്കണം 100 ഇൻറ്റു 6. 6 എന്ന് പറഞ്ഞാൽ എന്താ? ആവറേജ് പീരീഡ് നമ്മൾ നേരത്തെ കണ്ടില്ലേ? ആ സ്റ്റെപ്പിലുള്ളത് എമൗണ്ട് കാണുക. 8,640. സിമ്പിളല്ലേ? ഓക്കെ, കറക്റ്റ് ആയിരിക്കും. കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് മിസ്റ്റേക്ക് കണ്ടെത്തിയിട്ട് എഴുതിയെടുക്കുക കേട്ടോ. ഇനി എനിക്ക് പറയാനുള്ളത് ഒരു വർക്കാണ്. ഇത് നിങ്ങൾ നമ്മുടെ ഈ ഒരു വീഡിയോയിലുള്ള എക്സ്ട്രാ വർക്കായിട്ട് നിങ്ങൾ കാണുക. ഡ്രൈവർ സെൽഫ് 3 ആയിട്ട് എഴുതുക. എന്താണ് വർക്ക്? ഒരാൾ എല്ലാ മാസത്തിൻ്റെയും മിഡിൽ 5,000 രൂപ പിൻവലിക്കുന്നുണ്ട്. എല്ലാ മാസത്തിൻ്റെയും മിഡിൽ 5,000 രൂപ പിൻവലിക്കുന്നുണ്ട്. മിസ്റ്റർ എ വിഡ്രൂസ് 5,000 rupees on middle day of every month. Interest rate is 6% per annum. Calculate interest on drawings. ഇത് എഴുതിയെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിൻ്റെ ആൻസർ കാണിക്കുക. ഡ്രൈവർ സെൽഫ് 3 ആയിട്ട് കണ്ടാൽ മതി. ക്വസ്റ്റ്യൻ ഇനിയും കേൾക്കണമെന്നുണ്ടെങ്കിൽ ബാക്കിലേക്ക് അടിച്ചിട്ട് കേട്ടിട്ട് എഴുതിയെടുക്കുക കേട്ടോ. ഇതാണ് നമ്മൾ ഇതിനിടയിൽ പറഞ്ഞിട്ടുള്ള ഒരു ഹിഡൻ ടാസ്ക്. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് ഷെയർ ചെയ്ത് തരണം കേട്ടോ. നോട്ട്സൊക്കെ രാത്രി 9 മണിക്ക് മുമ്പ് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് എന്താണ്? മന്ത്ലി ഫിക്സഡ് എമൗണ്ട് വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡ്രോയിങ്സിൻ്റെ കാൽക്കുലേഷൻ ആയിരുന്നു അല്ലേ? അതിൻ്റെ ഒരു സമ്മറി നമുക്കൊന്ന് നോക്കാം. അതായത് ആ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട രീതിക്ക് ആവറേജ് പീരീഡ്, ഓരോ ടൈപ്പിലും ആവറേജ് പീരീഡ് എത്ര എന്നുള്ളതാണ്. ബിഗിനിങ് ഓഫ് എവറി മന്താണ് അയാൾ വിഡ്രോ ചെയ്യാന്നുണ്ടെങ്കിൽ ആവറേജ് പീരീഡ് 6.5 ആണ് അല്ലേ? ഈ 6.5 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി എൻഡ് ഓഫ് എവറി മന്താണെന്നുണ്ടെങ്കിൽ അത് എത്ര നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്? 5.5 ആണ് അല്ലേ? മിഡിൽ ഓഫ് എവറി മന്ത് ആണെങ്കിലോ 6 ഈ ഒരു ഇതായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചത്. ഈ ആവറേജ് പീരീഡ് ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ച് മാറും. ബാക്കി ഒന്നും മാറ്റില്ല. ഈ 5.5ഉം 6.5ഉം 6ഉം ഇത് കറക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. അതെങ്ങനെ? എമൗണ്ട് നോക്കുക, ഡ്രോയിങ്സിൻ്റെ എമൗണ്ട് എടുക്കുക, അതിനോട് നിങ്ങളുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഗുണിക്കുക. അപ്പം 10,000 രൂപയാണ് ഡ്രോയിങ്സ് എങ്കിൽ 10,000 ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒരു 10% ആണെങ്കിൽ 10,000 ഇൻറ്റു 10 ഹരിക്കണം 100 ഇൻറ്റു. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ബിഗിനിങ് ഓഫ് എവറി മന്ത് ആണെങ്കിൽ ഇൻറ്റു ചെയ്യേണ്ടത് 6.5 കൊണ്ടാണ്. എൻഡ് ഓഫ് എവറി മന്തിലാണ് വിഡ്രോവൽ എന്നുണ്ടെങ്കിൽ 5.5 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. മിഡിൽ ഓഫ് എവറി മന്ത് ആണെങ്കിൽ 6 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. ഈ ഒരു കാര്യം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്?
ഇതിൽ മനസ്സിലാക്കാനുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ഫിക്സഡ് എമൗണ്ട് മന്ത്ലി ഉള്ള വിഡ്രോവലിനെ പറ്റിയുള്ള ഡിസ്കഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിക്സഡ് എമൗണ്ട് ക്വാർട്ടർലി, അതായത് ഓരോ ക്വാർട്ടറിലും ഫിക്സഡ് എമൗണ്ട് വിഡ്രോ ചെയ്യുന്നതിനെ പറ്റിയുള്ള ഡിസ്കഷനാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുക, 3 മാസം കൂടുമ്പോൾ വിഡ്രോ ചെയ്യുന്ന രീതിയാണെന്നുണ്ടെങ്കിൽ ഒരു ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താ 4/1. അപ്പോൾ ഒരു വർഷത്തിന് 4/1 എന്ന് പറഞ്ഞാൽ എത്ര? 3 മാസം ആണോ? അതിൻ്റെ കാൽക്കുലേഷനാണ് നമ്മൾ നടത്തുന്നത്. ഇവിടെ നമുക്ക് പറയാനുള്ളത് ഓരോ ക്വാർട്ടറിൻ്റെയും, അതായത് ഏപ്രിൽ മെയ് ജൂൺ എന്ന ഒരു ക്വാർട്ടറാണ്. ഈ ക്വാർട്ടറിൻ്റെ ബിഗിനിങ്ങിലാണ്, അതിൻ്റെ ആദ്യ ദിവസമാണ് വിഡ്രോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, അതായത് ഒരു വർഷത്തിൽ 4 ക്വാർട്ടറാണ് ഉണ്ടാവുക. ഓരോ ക്വാർട്ടറിൻ്റെയും ആദ്യ ദിവസമാണ് എന്ത് ചെയ്യുന്നത് ഒരാൾ വിഡ്രോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെങ്ങനെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തേത്. രണ്ടാമത്തെ അതുപോലെ തന്നെ ഓരോ ക്വാർട്ടറിൻ്റെയും അവസാനത്തെ മാസത്തിലെ അവസാന ദിവസം, അതായത് ഏപ്രിൽ മെയ് ജൂൺ എന്ന് ഉള്ള ഒരു ക്വാർട്ടറാണ്. ഈ 3 മാസം കൂടി ഒരു ക്വാർട്ടർ. ഈ ക്വാർട്ടറിലെ അവസാന ദിവസം എന്ന് പറയുമ്പോൾ ജൂൺ 30-നാണ് അയാൾ ഒന്ന് വിഡ്രോ ചെയ്യുന്നത്. പിന്നെ അടുത്ത ക്വാർട്ടറോ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ, അപ്പോൾ സെപ്റ്റംബർ 30-ന് വിഡ്രോ ചെയ്യുന്നത്. ഇനി അടുത്ത ക്വാർട്ടറോ ഒക്ടോബർ നവംബർ ഡിസംബർ 31-ന് വിഡ്രോ ചെയ്യുന്നത്. അടുത്തതോ ജനുവരി ഫെബ്രുവരി മാർച്ച് 31-ന് വിഡ്രോ ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ ക്വാർട്ടറിൻ്റെയും എൻഡ് ദിവസം വിഡ്രോ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അതുപോലെ ഇഫ് ദ എമൗണ്ട് ഈസ് വിഡ്രോൺ അറ്റ് ദ മിഡിൽ ഓഫ് ഈച്ച് ക്വാർട്ടർ, ഓരോ ക്വാർട്ടറിൻ്റെയും മിഡിലിൽ, അതായത് ഇനി ക്വാർട്ടർ എടുക്കുക ഏപ്രിൽ മെയ് ജൂൺ ആണ്, അതിൽ ജൂൺ 15-നാണ് വിഡ്രോ ചെയ്യുന്നത്. ഏപ്രിൽ മെയ് ജൂൺ, അപ്പം മെയ് മാസം 15-ാം തീയതിയാണ് വിഡ്രോ ചെയ്യുന്നത്. അടുത്ത ക്വാർട്ടർ എടുക്കുക, അതായത് ഏപ്രിൽ മെയ് ജൂൺ കഴിഞ്ഞിട്ട് ഇനിയുള്ള ക്വാർട്ടർ ഏതാ? ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ഓഗസ്റ്റ് 15-നാണ് അയാൾ വിഡ്രോ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഓരോ ക്വാർട്ടറിൻ്റെയും മിഡിലാണ് വിഡ്രോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് നമ്മുടെ ഡിസ്കഷൻ എന്താണ്, ഓരോ ക്വാർട്ടർ, ഒരു വർഷത്തിൽ 4 ക്വാർട്ടറാണ് ഉണ്ടാവുക. ആ ഓരോ ക്വാർട്ടറിൻ്റെയും വ്യത്യസ്ത ടൈമുകളിലാണ് വിഡ്രോവൽ എന്നുണ്ടെങ്കിൽ, അതായത് ഒന്നാമത്തെ വിഡ്രോവൽ എങ്ങനെ, ഓരോ ക്വാർട്ടറിൻ്റെയും ആദ്യ ദിവസം തന്നെ. അപ്പോൾ 4 ക്വാർട്ടറിൻ്റെ ഒരു വർഷത്തിൽ 4 തവണ അയാൾ വിഡ്രോ ചെയ്യും. അത് വിഡ്രോവൽ എന്താ, ഓരോ ക്വാർട്ടറിൻ്റെയും ആദ്യ മാസത്തിലെ ആദ്യ ദിവസം. ഒരു ക്വാർട്ടർ 3 മാസത്തിൽ ഒരിക്കൽ, അതന്നെ ആ ഒരിക്കൽ എന്ന് പറയുന്നത് ഒരു ദിവസം എന്ന് പറയുന്നത് എങ്ങനെ, അത് ആദ്യ ദിവസം. ഇനി അടുത്തത് 3 മാസത്തിൽ ഒരു ദിവസം, അങ്ങനെ ഒരു വർഷത്തിൽ 4 തവണ വിഡ്രോ ചെയ്യും. ഓക്കെ ആണോ? അത് വിഡ്രോ ചെയ്യുന്ന ഏതാണ്, ഒരു ക്വാർട്ടറിൻ്റെ മധ്യത്തിലുള്ള മാസത്തിലാണ് വിഡ്രോ ചെയ്യുക, നടുവിലെ മാസത്തിലാണ് വിഡ്രോ ചെയ്യുക. അതുപോലെ ഒരു വർഷത്തിലെ 4 ക്വാർട്ടർ ഉണ്ടാവും, ആ ക്വാർട്ടറിലെ എൻഡിലാണ് വിഡ്രോ ചെയ്യുക. ഇങ്ങനെ 3 കേസാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ സിമ്പിളാണ്. അത് ഞാനൊരു ചെറിയൊരു ടേബിളിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇതിന് ഒരുപാട് വലിയ ഇക്വേഷനൊന്നും നിങ്ങൾ പഠിക്കേണ്ട, ഇത് ജസ്റ്റ് ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. ഇക്വേഷൻ നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ടേബിളൊന്ന് നോക്കുക. ക്വാർട്ടർലി ആണെന്നുണ്ടെങ്കിൽ വിഡ്രോവൽ ഇൻ്റർവെല്ലാണ് നമ്മളെ ഫസ്റ്റ് ഇതിൽ, അതായത് വിഡ്രോ ചെയ്യുന്നതിൻ്റെ ഇടവേളകളാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ ആവറേജ് പീരീഡ് എത്രയാണ് എന്നുള്ളത് ഞാൻ നേരിട്ട് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഇനി ഇക്വേഷനൊന്നും എഴുതണ്ട, ആ ആവറേജ് പീരീഡ് നേരത്തെ പഠിച്ചാൽ മതി. നേരത്തെ നമ്മൾ 6.5, 5.5, 6 എന്നൊക്കെ പഠിച്ചില്ല. അതുപോലെ ഇത് നിങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, പിന്നെ എങ്ങനെയാണ് ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ഇക്വേഷനാണ് കേട്ടോ. ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ, എല്ലാ ക്വാർട്ടറിൻ്റെയും ആദ്യ ദിവസമാണ് അയാൾ വിഡ്രോ ചെയ്യുന്നുണ്ട്. ഒരു വർഷത്തിൽ ഞാൻ പറഞ്ഞു 4 ക്വാർട്ടർ ഉണ്ടാവും. 4 ക്വാർട്ടറിലെ ഓരോ ക്വാർട്ടറിൻ്റെയും ആദ്യ മാസത്തെ ആദ്യ ദിവസം അയാൾ വിഡ്രോ ചെയ്യുന്നത്. അതെങ്ങനെ അപ്പോൾ നമ്മൾ പറഞ്ഞത്, ഏപ്രിൽ മെയ് ജൂൺ ആണെന്നുണ്ടെങ്കിൽ ഏപ്രിൽ 1-ന് ഒന്നാമത്തെ ക്വാർട്ടറായി. ഇനി രണ്ടാമത്തെ ക്വാർട്ടർ എടുക്കുക, ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ, അപ്പോൾ ജൂലൈ 1-ന്. ഇനി മൂന്നാമത്തെ ക്വാർട്ടർ ഒക്ടോബർ നവംബർ ഡിസംബർ, ഒക്ടോബർ 1-ന് വിഡ്രോ ചെയ്യുന്നത്. ഇനി ജനുവരി ഫെബ്രുവരി മാർച്ച്, അപ്പോഴോ
ജനുവരി 1 വിഡ്രോ ചെയ്യണം. ഇങ്ങനെ എല്ലാ ക്വാർട്ടറിൻ്റെയും ആദ്യ ദിവസം വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആവറേജ് പീരീഡ് പറഞ്ഞു 7.5 ആണ് എന്നുള്ളതാണ്. എങ്ങനെ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുക? ഡ്രോയിങ്സിന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഒരു ക്വാർട്ടറിലെ ഡ്രോയിങ്ങിൻ്റെ എമൗണ്ട് ഉണ്ടാവുമല്ലോ. 5000 രൂപയാണെങ്കിൽ 5000നെ 4 കൊണ്ട് ഗുണിക്കുക. 4 കൊണ്ട് ഗുണിക്കുക. ശേഷം 4 കൊണ്ട് ഗുണിച്ചതിന് ശേഷം ഇത്ര ചെയ്താൽ മതി. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഹരിക്കണം 100. നമുക്ക് നേരത്തെ അറിയുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് ഇൻറ്റു 7.5 ഹരിക്കണം 12. 7.5 ഹരിക്കണം 12. 4 കൊണ്ട് ഗുണിക്കുന്നതും 7.5 കൊണ്ട് ഗുണിച്ചിട്ട് 12 കൊണ്ട് ഹരിക്കുക. ഇങ്ങനെയുള്ളത് ഡ്രോയിങ്സ് എത്രയെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അതിനെ 4 കൊണ്ട് ഗുണിക്കുക. ശേഷം ഇൻട്രസ്റ്റ് റേറ്റ് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ആ ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യുക? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10 ആണെങ്കിൽ 10 ഹരിക്കണം 100 ചെയ്യുക. ഇൻറ്റു 7.5 ഹരിക്കണം 12 ചെയ്യുക. ഇനി ഈ അടുത്തതാണ് എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടർ. ഓരോ ക്വാർട്ടറിൻ്റെയും എൻഡിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആവറേജ് പീരീഡ് 4.5 ആണെന്ന് മനസ്സിലാക്കുക. 4.5 ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പോരുക. എന്താ ചെയ്യേണ്ടത്? ഡ്രോയിങ്സ് എമൗണ്ട്, ഒരു മാസത്തെ ഡ്രോയിങ്ങിൻ്റെ എമൗണ്ട് എടുക്കുക, 4 കൊണ്ട് ഗുണിക്കുക. 4 കൊണ്ട് ഗുണിക്കുമ്പോൾ ഒരു വർഷത്തെ മൊത്തമായില്ലേ. അങ്ങനെ ചെയ്തതിന് ശേഷം റേറ്റ് കൊണ്ട് ഗുണിച്ചിട്ട് 100 കൊണ്ട് ഹരിക്കുക. റേറ്റ് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. 10, 5, 4, 8, 6 അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അത് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ഗുണിക്കുക. അതിനുശേഷം ഇൻറ്റു 4.5 ഹരിക്കണം 12. 4.5 എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ആവറേജ് പീരീഡാണ്. ഇനി അടുത്തത് എന്താ? മൂന്നാമത്തത് മിഡിൽ ഓഫ് ഈച്ച് ക്വാർട്ടർ. മിഡിൽ ഓഫ് ഈച്ച് ക്വാർട്ടർ ആണെങ്കിൽ 6 ആണ് ആവറേജ് പീരീഡ്. അങ്ങനെ ആകുമ്പോൾ നമ്മളെങ്ങനെ കാണുക? ഡ്രോയിങ്സ് ഇൻറ്റു 4. ഡ്രോയിങ്സിനെ 4 കൊണ്ട് ഗുണിക്കുക. ശേഷം റേറ്റ് എന്താണോ തന്നിട്ടുള്ളത്, റേറ്റ് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. അതിനെ 100 കൊണ്ട് ഹരിക്കുക. ഇൻറ്റു 6 ഹരിക്കണം 12. ഇവിടെ എല്ലാം ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ഡ്രോയിങ്സ് എമൗണ്ടിനെ നേരെ ഗുണിക്കേണ്ടത് 4 കൊണ്ടാണ്. പിന്നെ റേറ്റ് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ റേറ്റ് ഹരിക്കണം 100. പിന്നെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആവറേജ് പീരീഡ് ഒന്നാമത്തെ 7.5, പിന്നെ 4.5, പിന്നെ 6. ഈ എമൗണ്ട് അതിനെ 12 കൊണ്ട് ഹരിക്കും ചെയ്യുക. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് പഠിച്ചു വെച്ചാൽ നേരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യുക? ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. രാജൻ എന്താണ്? എ പാർട്ട്ണർ ഇൻ എ ഫേം വിഡ്രൂസ് 15,000 അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ. 15,000 എല്ലാ ക്വാർട്ടറിൻ്റെയും ബിഗിനിങ്ങിൽ അയാൾ എത്ര രൂപ പിൻവലിക്കുന്നുണ്ട്? 15,000 രൂപ പിൻവലിക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ചാർജ്ഡ് അറ്റ് ദ റേറ്റ് ഓഫ് 8% പെർ ആനം. ഒരു വർഷത്തിൽ 8% ആണ് എന്ത് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്. കാൽക്കുലേറ്റർ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്കതൊന്ന് മനസ്സിലൊന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി കംപ്ലീറ്റ് ചെയ്യാം. ഒന്ന് പറഞ്ഞു നോക്കാം എങ്ങനെയാണ് വരുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കുക, ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ ആവറേജ് പീരീഡ് എത്ര നമ്മൾ പറഞ്ഞ 7.5 ആണല്ലേ. ഇനി നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഡ്രോയിങ്സ് എമൗണ്ട് എടുക്കുക. ഡ്രോയിങ്സ് ഇൻറ്റു 4 ഇൻറ്റു റേറ്റ് എത്ര? റേറ്റ് ഹരിക്കണം 100 ഇൻറ്റു 7.5 ഹരിക്കണം 12. ഇതാണ് നമ്മൾ ഇക്വേഷൻ പറഞ്ഞില്ലേ. അപ്പോൾ അതനുസരിച്ചും ചെയ്ത് നോക്കൂ. 15,000 ഇൻറ്റു 4. 15,000 ഇൻറ്റു 4 ഗുണിക്കണം 8 ഹരിക്കണം 100 ഇൻറ്റു, അതായത് ഗുണിക്കണം 7.5 ഹരിക്കണം 12. ഓക്കെ ആണോ? എങ്ങനെ വന്ന് 15,000 ഇൻറ്റു 4 ഇൻറ്റു 8 ഹരിക്കണം 100 ഇൻറ്റു 7.5 ഹരിക്കണം 12. ഒന്നും കൂടെ പറയാം. 15,000 ഡ്രോയിങ്സ് ആണ് ഇൻറ്റു 4. 15,000 ഇൻറ്റു 4 ഇൻറ്റു 8 ഹരിക്കണം 100. 8 ഹരിക്കണം 100 എങ്ങനെ കിട്ടിയേ? 8% എന്ന് ക്വസ്റ്റ്യനിലുണ്ട്. 8 ഹരിക്കണം 100 ഇൻറ്റു 7.5 ഹരിക്കണം 12. 7.5 എന്താ? ആവറേജ് പീരീഡ്. എല്ലാ ക്വാർട്ടറിൻ്റെയും ബിഗിനിങ്ങിലാണ് പിൻവലിക്കുന്നുണ്ടെങ്കിൽ 7.5 കൊണ്ട് ഗുണിച്ച് 12 കൊണ്ട് ഹരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ആൻസർ ഒന്ന് നോക്കാം. ഇതിൻ്റെ ആൻസർ എങ്ങനെ കിട്ടിയെന്നുള്ളത്. ആൻസർ നോക്കൂ. ഫസ്റ്റ് ഡ്രോയിങ്സിനുള്ള ഇക്വേഷൻ നമ്മൾ എന്താ പറഞ്ഞത്? ഡ്രോയിങ്സ് ഇൻറ്റു 4 ഇൻറ്റു ഉണ്ട് കേട്ടോ അവിടെ. ഇൻറ്റു റേറ്റ് ഹരിക്കണം 100 ഗുണിക്കണം 7.5 ഹരിക്കണം 12.
ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ നോക്കുക. ഡ്രോയിങ്സ് ഗുണിക്കണം 4 ഗുണിക്കണം റൈറ്റ് ഹരിക്കണം 100 ഗുണിക്കണം 7.5 ഹരിക്കണം 12. അതനുസരിച്ച് ക്വസ്റ്റ്യനിൽ ഡ്രോയിങ്സ് 15,000 എന്ന് പറഞ്ഞു. 15,000 ഇൻറ്റു 4 ഇൻറ്റു ഗുണിക്കണം എന്നുള്ള ഇൻറ്റു ഇടുക. 8 ക്വസ്റ്റ്യനിൽ പെർസെൻറ്റേജ് പറഞ്ഞതാണ്, അത് നോക്കുക. 8 ഹരിക്കണം 100 ഇൻറ്റു 7.5 ഹരിക്കണം 12. അങ്ങനെ വരുമ്പോൾ എത്ര? 15,000 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 60,000. 60,000 ഇൻറ്റു 8 ഹരിക്കണം 100 ഇൻറ്റു 7.5 ഹരിക്കണം 12 എന്ന് കഴിഞ്ഞാൽ 3,000 ആൻസർ കിട്ടും. ഇതാണ് ചെയ്യുന്ന രീതി. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ കറക്റ്റായി എഴുതിയെടുക്കുക. സിമ്പിളാണ്, ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. ഈ ഡ്രോയിങ്സ് ഇൻറ്റു 4 എന്നുള്ളതും 7.5 കഴിഞ്ഞിട്ട് 12 കൊണ്ട് ഹരിക്കണം എന്നുള്ളതുമാണ് ഇതിൽ എക്സ്ട്രാ വന്നൊരു സാധനം. അപ്പോൾ അത് എഴുതിയെടുക്കുക കേട്ടോ. അപ്പോൾ തൽക്കാലം നമ്മൾ 20 മിനിറ്റോളമായി വീഡിയോ. തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ക്വാർട്ടറിൻ്റെ എൻഡിലുള്ളതും ക്വാർട്ടറിൻ്റെ ബിഗിനിങ്ങിലുള്ളതും മിഡിലുള്ളതുമായിട്ടുള്ള ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലി കോൺടാക്ട് ചെയ്യാം. ഇതിൽ ഞാനൊരു വർക്ക് പറഞ്ഞിരുന്നു, അതുപോലെ ഇവിടെ ഒരു വർക്ക് നമുക്ക് ചെയ്യാം. വർക്ക് എന്താണ്? ഡ്രോയിങ്സ് എല്ലാ മാസത്തിൻ്റെയും വർക്ക് എന്താണ്? എല്ലാ ക്വാർട്ടറിലും, ഒരു വർഷത്തിലെ എല്ലാ ക്വാർട്ടറിൻ്റെയും ആദ്യത്തിൽ 10,000 രൂപ വിഡ്രോ ചെയ്യുന്നുണ്ട് ഒരാൾ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 7%. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണുക. ഇതാണ് ക്വസ്റ്റ്യൻ. 2 ഹിഡൻ ടാസ്ക്കാണ് നമ്മൾ തന്നിട്ടുള്ളത്. അതും കംപ്ലീറ്റ് ചെയ്തിട്ട് നോട്ട്സ് എനിക്ക് എന്ത് ചെയ്യുക? ഫോർവേഡ് ചെയ്യാം. ഓക്കെ, എന്നാൽ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഗുഡ് ബൈ.